മണ്ട, മരമണ്ട, മണ്ട ശിരോമണി. എടോ, സത്യത്തിൽ താനല്ലേ അവരെ കാപ്പി കുടിക്കാൻ വിളിക്കേണ്ടിയിരുന്നത്. അതിനോ ധൈര്യം ഉണ്ടായില്ല. പോട്ടെ, ബില്ല് വരുമ്പോ ചാടി വീണ് പേ ചെയ്യണ്ടേ? അതിന് ഞാൻ പേ ചെയ്യാൻ ഒരു സമ്മതിക്കാണ്ടല്ലേ? ഓ എന്റെ ഉണ്ണിയെ, തനിക്ക് എന്തിനാണോ ഈശ്വരൻ പുരുഷനായിട്ട് ജന്മം തന്നത്? നോക്ക്, ബില്ല് വരുന്നു, അവര് പേ ചെയ്യാൻ പോകും. താൻ അറിയാത്ത ഭാവത്തിൽ അവരുടെ കൈക്ക് മേലെ കൈവച്ചു. ഞാൻ പേ ചെയ്തോളാവെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പേ ചെയ്തോളാവെന്ന് അവര്. അപ്പോ നോ, ഇറ്റ്സ് എ മാൻസ് വേൾഡ് മൈ ഡിയർ, ഐ വിൽ പേ ആൻഡ് ഐ മസ്റ്റ് പേ എന്നൊരു കാച്ചണ്ടേ? അതല്ലേ അതിന്റെ ലൈൻ. എനിക്ക് ഇതുവല്ലോ അറിയോ എന്റെ ഗോപിയെ? ഇനിയും കാപ്പ് കുടിക്കാൻ വിളിക്കുമ്പോഴാട്ടെ. ഓ എടോ, താൻ ഇവിടെ വന്നിട്ട് ഇത്രയല്ലേ ദിവസമായുള്ളൂ. ഞങ്ങളൊക്കെ അതിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നേ. ഞങ്ങളോട് ആരോടും അവർ ഇതുവരെ ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ഓ അറിയില്ല. ഇല്ല, ഞങ്ങളെ ആരെയും അവർ ഇതുവരെ കാപ്പി കുടിക്കാൻ വിളിച്ചിട്ടില്ല. കാപ്പി കുടിക്കാൻ വിളിച്ചിട്ടില്ല. എന്താ അതിന്റെ അർത്ഥം? എന്താ? തന്നോട് അവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ്. കണ്ടോ, അത് പറഞ്ഞപ്പോ ആ മുഖത്തിന്റെ ഒരു പ്രസാദം. ഈ ബർത്ത്ഡേയുടെ കാര്യം തന്നെ താൻ എന്നോട് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ല ഐറ്റംസ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിന്റെ ഇടയിൽ ഒരു ലഡ്ഡു കൊണ്ടുപോയി കലക്കി നശിപ്പിച്ച് നാണാണക്കല്ലിടിച്ചില്ലേ. എന്തായാലും ഇതൊരു ലൈനാണ്, വിടണ്ട. കാറ്റുള്ളപ്പോ തന്നെ തൂറ്റണം. ഇനിയെങ്കിലും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോ എന്താ വേണ്ടതെന്ന് എന്നോട് വന്ന് ഒരു ഉപദേശം ചോദിച്ചിട്ട് പോ എന്റെ പൊന്ന് തൃത്താലേ. നൊയമ്പ് പിടിച്ചാ പിന്നെ ഇറച്ചിയും മീനും പുരയ്ക്കകത്തോട്ട് കയറ്റാൻ അവള് സമ്മതിക്കുകയല്ല. അതുകൊണ്ട് കുറച്ച് പച്ചക്കറി വാങ്ങിക്കാൻ പോയതാ. എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? വല്ല പച്ച തൊടുന്ന കാര്യമായിട്ടാണോ? ഏയ്, കാറ് കൊണ്ടിട്ടുണ്ട്. എന്താ മഴ പെയ്യാത്തെന്ന് പറയായിരുന്നു അല്ലേ? ഉണ്ണി എങ്ങനെയാ? എല്ലാ ശനിയാഴ്ചയും വീട്ടിൽ പോവോ? പിന്നെ അല്ലാണ്ട്. ഒരു 3 മണിക്ക് പുറപ്പെട്ട വിളക്ക് വെച്ച് വരുമ്പോഴേക്കും അവിടെ എത്തും. ഒരു ശനിയാഴ്ച ചെന്നില്ലെങ്കിലോ? അയ്യോ, അവരെല്ലാം പരിഭ്രമിക്കില്ലേ? അല്ല, അറിയിച്ചിട്ടാണ് ചെല്ലാണ്ടിരിക്കണെങ്കിലോ? അറിയിച്ചിട്ടാണെച്ചാൽ എന്നുവെച്ചാൽ എന്താ പരിഭ്രമിക്കോ? അറിയിച്ചിട്ടാണെന്നുവെച്ചാൽ അത്ര പരിഭ്രമം ഉണ്ടാവില്ല. എന്താ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ. ഉണ്ണി, ഈ ഞായറാഴ്ച നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? രാഗത്തില് നല്ലൊരു പടവാ. ഈ ഞായറാഴ്ച? അതെ, സമയമുണ്ടല്ലോ. ഈ വീക്കെൻഡിൽ വരുന്നില്ലെന്ന് വീട്ടിലേക്ക് എഴുതിക്കോളൂ. ഉണ്ണിയെ, താൻ ഭാഗ്യവാനാണ്. ഈശ്വരൻ അനുഗ്രഹിച്ചു തന്ന ഒരു അപൂർവ അവസരമായി. ഇതെങ്ങാൻ പഴക്കലുണ്ടല്ലോ. ഇഹത്തിലും അതെ, പരത്തിലും അതെ, തന്റെ കാര്യം ഒരു പോക്ക. പഴക്കണില്ലല്ലോ.
ഞാൻ സിനിമയ്ക്ക് പോകണ്ടല്ലോ. സിനിമയ്ക്ക് പോയതുകൊണ്ട് മാത്രം എന്താ കാര്യം? പിന്നെ അങ്ങനെ വഴിക്കുവാ. തിയേറ്റർ ലോബി, ബാൽക്കണി, അങ്ങനെ തമ്മിൽ കാണുന്നു. ആ പതുങ്ങിയ നോട്ടം വേണ്ട, അതിലൊരു കള്ളദൃഷ്ടിയുണ്ട്. വളരെ കാഷ്വൽ ആയിരിക്കണം. പരസ്പരം കാണുമ്പോൾ കണ്ടുകൊണ്ടൊരു അക്നോളജ്മെന്റ്. അത് ഭയങ്കര ബോറാ. അത്രയും വേണ്ട, ഒന്നര കാണിച്ചേ. വാ അത്രയും പൊളിക്കണ്ടെന്നേ, അടച്ചുപിടി. അത് മതി. പിന്നെ ഇതുപോലെ നല്ല ഫാമിലി. മെല്ലെ അടുത്തിയല്ലേ, എന്നിട്ട് സോഫ്റ്റ് ആയിട്ട് പറയും, ഹലോ. വിടർന്ന കണ്ണുകളോടെ അവരുണ്ണിയെ നോക്കും, പുഞ്ചിരിക്കും, എന്നിട്ട് സ്നേഹപൂർവ്വം പറയും, ഹലോ. അപ്പൊ ഉണ്ണി പറയും, ഞാൻ പോയി ടിക്കറ്റ് എടുത്ത് വരാം. അപ്പോ അവർ തല ഉലുക്കും. ഉണ്ണി പോയി ടിക്കറ്റ് എടുത്ത് വരുന്നത് വരെ അവർ മിഴിയെടുക്കാതെ ഉണ്ണിയെ തന്നെ നോക്കി നിൽക്കും. സമയം പാഴാക്കാതെ സ്മാർട്ടായിട്ട് അവരെ അങ്ങോട്ട് അകത്തേക്ക് കയറുക. പ്ലീസ്. ഇതാണോ സ്മാർട്ട്നെസ്? എന്നിട്ട് പറ. കുന്തം നടക്കും. ആഹാ, ആള് സ്മാർട്ടായി പോയല്ലോ. ഇരിക്കും. നിങ്ങൾ രണ്ടാളും കൂടെ അടുത്തടുത്ത സീറ്റിലിരിക്കുന്നു. ബെല്ലടിക്കുന്നു, കർട്ടൻ പൊങ്ങുന്നു, പടം തുടങ്ങുന്നു. വളരെ റൊമാൻറ്റിക്കോ ഇന്റിമേറ്റോ ആയിട്ടുള്ള ഒരു സീൻ വരുന്നത് വരെ ഉണ്ണിയുടെ കൈ ഉണ്ണിയുടെ മടിയിലാണ്. എവിടെ? മടിയില്ല. ഉണ്ണിയുടെ കൈ ഉണ്ണിയുടെ മടിയിലാണ്. ആ കൈ മെല്ലെ ആംറസ്റ്റിൽ വെക്കുന്നു. അവിടെ രണ്ട് കസേരം കൂടെ ഒരു കൈയേ ഉള്ളൂ. ആംറസ്റ്റിൽ വെയ്. എന്തിനാ ഇങ്ങനെ വെക്കുന്നേ? എന്തിനാ? അതല്ലേ, ഉണ്ണിയുടെ കൈ ആംറസ്റ്റിൽ വെക്കുന്നതിന് മുമ്പേ തന്നെ ശാരദാമ്മയുടെ കൈ ഓൾറെഡി ആംറസ്റ്റിലുണ്ട്. കൈമ മുട്ടില്ലേ? അപ്പൊ അവരെന്താ വിചാരിക്ക? തന്റെ നെറുകന്തല എറുവൊരു തൃത്താലായി പോയല്ലോ. പറയണത് അങ്ങോട്ട് കേട്ടാ മതി. താൻ കൈ വെയ്യടോ. ഇപ്പോ തന്റെ കൈ അവരുടെ കൈയുടെ മീതെയാണ്. പെട്ടെന്ന് അവർ കൈ പിൻവലിക്കുന്നു. സാരമില്ല, താൻ അപ്സെറ്റ് ആവണ്ട, വഴിയുണ്ട്. താനും അതേ വേഗതയിൽ കൈ പിൻവലിക്കുന്നു. വലി അറിയാതെ സംഭവിച്ച പോലെ. Now the armrest is free. താൻ പടം ശ്രദ്ധിക്കുന്നില്ല. പടം നാളെ ഒട്ടനാളെ കാണാമല്ലോ. വളരെ കീനായിട്ട് കിടങ്ങിനിട്ട് അവരെ തന്നെ വാച്ച് ചെയ്തു. 2 നിമിഷം കഴിയുമ്പോ ശാരദാമ്മയുടെ കൈ മെല്ലെ മെല്ലെ ആംറസ്റ്റിൽ വരും. പിന്നെ വീണ്ടും തന്റെ കൈ അടുത്തേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ അവരിയ്ക്കും. അറിയാതെ ഇടങ്ങട്ട് നോക്കിയാൽ തനിക്കത് കാണാം. അങ്ങനെ കാത്തിരുന്ന് ഒടുവിൽ നിരാശയായി പടം കാണാൻ പോലും ഉത്സാഹമില്ലാതെ അവര് തലതാഴ്ത്തി. പാവം. എന്ത് പാവം? ഇനിയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഇറ്റ്. മെല്ലെ കൈ പുറകോട്ടെടുക്കുന്നു. ആരുടെ? തന്റെ. പിന്നെ അല്ലാണ്ട് ആരുടെയാ? എന്റെയാ? അവർ പോലും ശ്രദ്ധിക്കാൻ ഇട കൊടുക്കരുത്. അവരിയ്ക്കുന്ന സീറ്റിന്റെ പുറകിൽ മെല്ലെ കൈയെടുത്ത് വയ്ക്കുക. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പടം കാണുക. ലേശം കഴിഞ്ഞ് അറിയാതെ മുട്ടും പോലെ പതുക്കെ കൈ കീഴോട്ടിറക്കുക. അവരുടെ മുടിയിൽ, പിൻകഴുത്തിൽ, തോളിൽ മെല്ലെ സ്പർശിക്കുക. അവരനങ്ങില്ല, അറിയാത്ത പോലെ. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരൊരു സ്ത്രീയാണെങ്കിൽ തന്റെ അവർ
അവളുടെ ചുടുനിശ്വാസം തന്റെ കവിളിൽ പതി. എന്നിട്ട് ഒന്നും ചെയ്യരുത്. നമ്മളെ കുറിച്ച് ഒരു മതിപ്പുണ്ടാക്കേണ്ട സമയമാണ്. വെറുതെ തോളത്ത് തട്ടുക മാത്രം ചെയ്യും. തട്ടുക? ആ, ഈ അമ്പിളിമാമനെ കാണണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുന്ന കുട്ടികളെ അമ്മമാര് തുടക്കി തട്ടി ഉറക്കാറില്ലേ? ഇതുപോലെ. അങ്ങനെ എന്നിട്ടൊന്നും വേണ്ട. ഇന്റർവെല്ലിന് ലൈറ്റ് വരുമ്പോ കൈ പിൻവലിക്കുക, ഒന്നും അറിയാത്തപ്പോ. ഇന്റർവെൽ കഴിഞ്ഞ് വീണ്ടും ഒരു ടം. അപ്പോ ജസ്റ്റ് റിപ്പീറ്റ് പാറ്റിംഗ്, നത്തിങ് മോർ. നമുക്കൊന്നിനും ധൃതിയില്ലെന്നും നമ്മൾ വളരെ പക്വതയുള്ള ആളാണെന്നും പെണ്ണുങ്ങളെ ബോധ്യപ്പെടുത്തിയാലേ അവര് വീഴൂ. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഉണ്ണിയുടെ അടിമയാണ്. അതെ ഗോപി, താൻ ഇതൊക്കെ എങ്ങനെയാ പഠിച്ചേ? തനിക്ക് പറഞ്ഞു തന്നെ അനുസരിച്ചാ പോരെ? അപ്പം തിന്നാ പോരെ? കുഴി എന്നണോ മിസ്റ്റർ തീർത്താലേ? കൊച്ചു കള്ളൻ. ഇതാണ് JK ബാറ്ററിയുടെ പ്രപഞ്ചം, ശക്തിയുടെ പ്രപഞ്ചം. നോക്കൂ ഇതിന്റെ പ്രവർത്തനം. ഉജ്ജ്വല പ്രകാശധാര. മാറ്റുകൂട്ടുവാൻ ലക്ഷ്മി സാരികൾ. ലക്ഷ്മി 100% പോളിയസ്റ്റർ ഷിഫോൺ ജോർജറ്റ് സാരികൾ. ലക്ഷ്മി മിൽസ്, കോയമ്പത്തൂർ. उठा के हाथ देखा मुझे दूर दिए मुंह फुला के हाथ. मैं आपसे डरती नहीं थी कि आपके सामने अंगड़ाई भी न ले. भैया को अंग्रेजों ने नहीं मारा, भैया को मारा है तो इस देश की गुलामी ने. കൃഷ്ണൻകുട്ടിയല്ലേ ഇത്? എന്നെ മനസ്സിലായില്ലെന്ന്. ഞാൻ കൃഷ്ണൻകുട്ടിയല്ല. എന്തായി പറഞ്ഞേ? നമ്മുടെ മനക്കിലെ വാസുദേവൻ നമ്പൂതിരിയുടെ അനന്തരവൻ കൃഷ്ണൻകുട്ടി. ഞാൻ മനക്കിലേ അല്ല, എനിക്കങ്ങനെ ഒരു അമ്മാനും ഇല്ല. അല്ലാണ്ട് നിങ്ങൾ കൃഷ്ണൻകുട്ടി തന്നെ. എന്നെ വെറുതെ കളിപ്പിക്കുക. എന്തൊരു കഷ്ടായി. ഞാൻ കൃഷ്ണൻകുട്ടി അല്ലാന്ന് പറഞ്ഞില്ലേ? ചിലപ്പോ എന്നെ മനസ്സിലാവാഞ്ഞിട്ടാ. നമ്മൾ ആ എങ്കക്കാവിലെ പൂരത്തിന് വരമ്പത്ത് വെച്ചെന്ന് കൂടിയതേ. നിങ്ങൾക്ക് ആള് മാറുതാവും. എനിക്ക് വിശ്വാസമാവുന്നില്ല. താൻ വിശ്വസിക്കണ്ട, എനിക്ക് സിനിമ കാണണം. അത്ഭുതമായിരിക്കും കേട്ടോ. കണ്ടാൽ അത് തന്നെ ഒരേ അച്ചിലിട്ട് വാർത്ത. ഇങ്ങനെയുണ്ട് ഒരു സാമ്യം. ഉണ്ടായിരിക്കോ? ഞാൻ സിനിമ കണ്ടോ? അല്ല, അപ്പോ നിങ്ങൾ കൃഷ്ണൻകുട്ടി അല്ല എന്നാണ്? അയ്യോ അല്ല. ഏതായാലും ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമുക്കൊന്ന് പരിചയപ്പെട്ടുക. എന്താ പേര്, എവിടാ ജോലി, വീട്, അതോടൊന്ന് പറഞ്ഞേ. എന്നെ കൊണ്ട് വയ്യ. താൻ ഈ സിനിമ സിനിമ നമുക്ക് നാളെ കാണാമല്ലോ. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളല്ലേ മുഖ്യം. ആരെയാണോ കണി കണ്ടത്? ഒന്ന് പറഞ്ഞേ. ഒന്ന് നിർത്തിയേട്ടാ. अरे सो जैसे ब्रिलियंट अफसर की ठोकरें खा लेने के बाद यहाँ इस शहर में किसी की इतनी हिम्मत हो ही नहीं सकती कि वो राजेश जैसे बागी को पनाह दे. मगर हुजूर, जौनपुर की पुलिस की इत्तला के मुताबिक वही थी. जौनपुर की पुलिस की इत्तला गलत भी हो सकती है कोतवाल साहब. नहीं नहीं, मैं गुलामी में जीना नहीं चाहता. എല്ലാം കളഞ്ഞു കുളിച്ചേച്ച് താടിക്ക് കൈയും കൊടുത്ത് ഇണ്ണാമനായിട്ട് കുത്തിയിരുന്നോ? ഞാൻ പിന്നെന്താ ചെയ്യണ്ടേ? എടോ,
തന്റെ കൂടെ വന്ന പെണ്ണിന്റെ തോളത്തൊരുത്തൻ കൈവയ്ക്കുന്നത് കണ്ടാൽ അറ്റ്ലീസ്റ്റ് 2 ഡയലോഗ് എങ്കിലും പറയണ്ടേ? എന്നിട്ട് വേണം ബാക്കിയുള്ളവർ കേൾക്കാൻ. കേട്ടാൽ എന്താ? കേൾക്കണം, കേൾപ്പിക്കണം. എടോ, തന്റെ ആണത്തം കാട്ടാൻ കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് താൻ കളഞ്ഞില്ലേ? താൻ അവനോട്ട് 2 പൊട്ടിക്കാൻ കൂടെ ചെയ്തിരുന്നെങ്കിൽ താൻ അവരുടെ മുമ്പിൽ ആരായനെ? നല്ല കാര്യായി. ഇതെന്താ സിനിമയാ? ഹീറോ ആയിട്ട് വില്ലനെ കയറി തല്ലാൻ? ഞാൻ അങ്ങോട്ട് 2 കൊടുത്തു നിൽക്കട്ടെ, അയാൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് തന്നാലോ? കൊള്ളണം. ഉള്ളലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതൊന്നും എനിക്ക് നിശ്ചയുള്ള കാര്യമല്ല. തന്നെ പറഞ്ഞോട്ടെ, എന്നെ പറഞ്ഞാ മതിയല്ലോ. സിനിമ കാണാൻ പോകുമ്പോ ഒരുത്തം വന്ന് പെണ്ണിന്റെ തോളത്ത് കൈവെക്കും, അപ്പൊ അയാൾ ചീത്ത വിളിക്കണം, തള്ളണമെന്നൊക്കെ ഇവിടുന്ന് ആരാണ്ട് പറഞ്ഞു വിട്ട പോലെ. അയ്യോടാ, പറഞ്ഞു വിട്ട പോലെ എല്ലാം ചെയ്തല്ല. എന്തിനാ എന്റെ ഗോപിയെ തുടക്കം മുതലേ കാട്ടക വിരുദ്ധായിരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? പിന്നെന്താ? പിന്നെന്താ? തലേന്നൊക്കെ ഓരോന്ന് കുറ്റിയും പറിച്ച് പോരും മനുഷ്യനെ മെനക്കെടുത്താൻ.